ആളൊഴിഞ്ഞ ശവപ്പറമ്പുകളുമായി സ്പെയിനിലെ ഗ്രാമങ്ങൾ. ഒരു പ്രേതഗ്രാമത്തിന്റെ വില വെറും $96,000. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് എന്നെഴുതി വെച്ച ബോർഡുകൾ പലയിടത്തും കാണാമെങ്കിലും സ്പെയിനിലിപ്പോൾ ട്രെൻഡായിരിക്കുന്നത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഗ്രാമങ്ങളാണ്. അതിമനോഹരമായ പുല്ലുകൾ നിറഞ്ഞ താഴ്വാരത്തിന് അഭിമുഖമായി കരിങ്കല്ലിൽ തീർത്ത 6 വീടുകൾ, 2 പത്തായപ്പുരകൾ, ചുറ്റുമുള്ള പുരയിടങ്ങൾ. ഇത്രയും അടങ്ങുന്ന ചെറുഗ്രാമത്തിന് വില വെറും $96,000. ഇത് കേൾക്കുമ്പോൾ കെട്ടുകഥയായി തോന്നാമെങ്കിലും സംഗതി സത്യമാണ്. സ്പെയിനിൽ ആയിരക്കണക്കിന് പ്രേതഗ്രാമങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളും സാഹസികപ്രിയരും ഈ പ്രേതഗ്രാമങ്ങൾ സ്വന്തമാക്കാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ജനനനിരക്കും ഗ്രാമങ്ങളിൽ നിന്ന് ജോലി തേടി നഗരങ്ങളിലേക്കുള്ള ഒഴുക്കും മൂലം സ്പെയിനിന്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ഗ്രാമങ്ങളാണ് ജനവാസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത്. ഇത്തരം ഗ്രാമങ്ങൾ വിട്ടൊഴിഞ്ഞ് നഗരങ്ങളിൽ ചേക്കേറിയവർ ഒരുമിച്ചുകൂടി തങ്ങളുടെ വീടും പുരയിടവും ഒന്നിച്ചു വിൽക്കാൻ തീരുമാനിച്ചതോടെ സർക്കാരിനും ഇത് തലവേദനയായിരിക്കുകയാണ്. തലമുറകളായി തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ താമസിച്ചിരുന്ന ചെറുഗ്രാമം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഗുസ്താവോ ഇഗ്ലേഷ്യസ് എന്ന പോലീസുകാരൻ ഉൾപ്പെടെ അതിന്റെ ഉടമകൾ. 6 വീടുകളും പത്തായപ്പുരയും അതിനോട് ചേർന്ന സ്ഥലവുമാണ് വിൽക്കുന്നത്. $96,000 വിലയിട്ടിരിക്കുന്നത്. അടുത്തുള്ള നഗരത്തിൽ പോലീസുകാരനായി ജോലി ചെയ്യുകയാണ് ഗുസ്താവോ. പിതാവ് മരിച്ചതോടെ പൂർണ്ണമായി നഗരത്തിലേക്ക് മാറി. മറ്റുള്ളവരും ജോലികൾക്കായി നഗരത്തിലേക്ക് എത്തിയതോടെ എല്ലാ വീടുകളും ഒഴിഞ്ഞു. വീടുകൾ കാടുപിടിച്ചു തുടങ്ങിയതോടെയാണ് ഗ്രാമം ഒന്നാകെ വിൽക്കാൻ ഇവർ തീരുമാനിച്ചത്. ഒഴിഞ്ഞ വീടുകൾ ഉടമകൾ പരിപാലിക്കണമെന്ന് പ്രാദേശിക കൗൺസിൽ തീരുമാനമെടുത്തതോടെയാണ് അവ വിറ്റൊഴിയാൻ അവർ നിർബന്ധിതരായത്. ഇപ്പോഴത്തെ വരുമാനം കൊണ്ട് വീടുകൾ പരിപാലിക്കാൻ കഴിയാത്തവർ ബാധ്യത ഒഴിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. ഇത്തരത്തിൽ കൂടുതൽ ഗ്രാമങ്ങൾ വരും വർഷങ്ങളിൽ വിൽപ്പനയ്ക്ക് വരുമെന്നാണ് വിലയിരുത്തൽ. സാഹസികരായ വിദേശികളാണ് ഇത്തരത്തിൽ ചെറുഗ്രാമങ്ങൾ വാങ്ങാനെത്തുന്നവരിൽ ഒട്ടുമിക്കവരും. കുറഞ്ഞ വിലയാണ് ഇവരെ ഇവിടേക്ക് ആകർഷിക്കുന്നതെന്ന് അടുത്തിടെ 40 ചെറുഗ്രാമങ്ങൾ വിറ്റഴിച്ച ഒരു ഏജൻസി വ്യക്തമാക്കി. ഇവിടങ്ങളിൽ ലഭിക്കുന്ന അപൂർവ ഭക്ഷ്യവസ്തുക്കളും അതിമനോഹരമായ കാലാവസ്ഥയും ചൂണ്ടിക്കാട്ടിയാണ് വിൽപ്പനയ്ക്കുള്ള പരസ്യം നൽകുന്നത്. സ്പെയിനിലെ പകുതിയോളം മുനിസിപ്പാലിറ്റികളിലും 1000-ൽ താഴെ ആളുകളാണ് കഴിയുന്നത്. യൂറോപ്പിലാകെ പടരുന്ന നഗരവൽക്കരണം ഗ്രാമങ്ങളെയാകെ വെളിപ്പറമ്പുകളാക്കുകയാണെന്നാണ് റിപ്പോർട്ട്. സ്പെയിനിലെ പകുതിയോളം ഭൂപ്രദേശത്തും ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 12.5-ൽ താഴെയാണ് ജനസാന്ദ്രത. പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയാണിത്. യൂറോപ്യൻ യൂണിയനിൽ മാൾട്ടയ്ക്ക് ശേഷം ജനനനിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യമാണ് സ്പെയിൻ. ഗ്രാമീണ നഗരമേഖലകളിലെ ജനനനിരക്കിലും വലിയ അന്തരമാണുള്ളത്. 2050ഓടെ സ്പെയിനിലെ 70% ആളുകളും വമ്പൻ നഗരങ്ങളിലാവും താമസിക്കുകയെന്നാണ് വിദഗ്ധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ നഗരങ്ങളിലെ ആവാസ വ്യവസ്ഥ സ്ഥിതിയും താളം തെറ്റും. ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് സൗകര്യം വർദ്ധിപ്പിച്ച് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്നതുൾപ്പെടെ വിവിധ പദ്ധതികളാണ് ഈ വെല്ലുവിളി തരണം ചെയ്യാനായി സർക്കാർ നടപ്പാക്കുന്നത്. ഗ്രാമീണ മേഖലകളിലേക്ക് മാറുന്നവർക്ക് കൂടുതൽ ഇൻസെന്റീവ് നൽകുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട്. മാൻഡ്രിഡിൽ നിന്നുള്ള ഫാഷൻ ഫോട്ടോഗ്രാഫറായ ആൽബെർട്ടോ ഫിഡാൽഗോ 35 ഹെക്ടറുള്ള ഒരു ചെറുഗ്രാമം സ്വന്തമാക്കിയത് വെറും €120,000. 118 വർഷമായി ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആൽബെർട്ടോ. തങ്ങൾക്ക് പരിപാലിക്കാൻ കഴിയാത്ത പൈതൃകം നശിക്കാതിരിക്കാനാണ് അതിന് കഴിയുന്നവർക്ക് വിൽക്കുന്നതെന്നാണ് തദ്ദേശവാസികളുടെ നിലപാട്. ജനങ്ങളുടെ നഗരകേന്ദ്രീകരണം ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഇനിയും ഏറെ ഗ്രാമങ്ങൾ പ്രേതഗ്രാമങ്ങളായി മാറുമെന്ന് ഉറപ്പ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.